ഹായ് ഫ്രണ്ട്സ്, സദൻ കുട്ടികളുടെ എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ്റെ ബിരിയാണി, സൂപ്പർ ചെമ്മീൻ ബിരിയാണി, കൊഞ്ച് ബിരിയാണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലൂടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. ഞാൻ ഒരു കൈമ റൈസ് ഉപയോഗിക്കുന്നത്. കൈമ റൈസ് നമുക്ക് ടേസ്റ്റ് കൂടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് സ്മെല്ല് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെമ്മീൻ 1 കിലോ, 4 സവാള അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 15 കഷ്ണം വെളുത്തുള്ളി, കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുതിന, മല്ലിയില, 3 തക്കാളി, സവാള വറുത്തത്, 2 സവാള വറുത്തതാണ്, പച്ചമുളക് 15 എണ്ണം, പിന്നെ ബേ ലീഫ്, കറുകപ്പട്ട, ജാതിപത്രി, തക്കോലം, കരയാമ്പൂ, ഏലക്ക, പിന്നെ ബിരിയാണിയുടെ ഒരു എസൻസ്, ബിരിയാണി എസൻസ്, ചെറുനാരങ്ങ. അതിൻ്റെ ജ്യൂസിനാണ് 3 എടുത്തിട്ടുണ്ട്. 3 ആവശ്യം വരെ തോന്നണില്ല, നോക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ തൈര്, നെയ്യ് ആവശ്യത്തിന്. നെയ്യ് റൈസ് ഉണ്ടാക്കാൻ നെയ്യ് വേണ്ടത്. നെയ്യ് ഇപ്പോൾ ഒരു 1-2 സ്പൂൺ വേണ്ടി വരും. ഉപ്പ് ആവശ്യത്തിന്, ഒരു 8-10 ഈർക്കിലി. എന്തിനാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ചെമ്മീൻ നമുക്ക് മസാല പുരട്ടി വെക്കാം. അതിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് വരുന്നത് വേണമെങ്കിൽ പിന്നെ നോക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ചെറുനാരങ്ങ നീര്, ഒരു ടീസ്പൂൺ ഗരം മസാല. ഇതൊന്ന് പരട്ടി വെക്കാം. മസാല പരട്ടി വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് വെച്ചേക്കുന്നത്. അരമണിക്കൂർ ഇത് മാറ്റി വെക്കാം. ചെമ്മീൻ്റെ മസാലയുടെ കണക്ക് കത്തിക്കാം. ചട്ടി വെച്ചു. ഇത് ഗ്രേവി ഉണ്ടാക്കാനാണ്, മസാല ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. 3 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം. ഒരു 5-6 വെളുത്തുള്ളി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇനി പച്ചമുളക് ചതച്ചിടാം. ഒരു 8-10 പച്ചമുളക്, ഒരു 10 പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഉള്ളി ആക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 10-15 ഉള്ളി നമുക്ക് അരിഞ്ഞിടാം. ഒരു 4 സവാള ഇട്ടേക്കണത്. അതിൽ കുറച്ച് സവാള ഇട്ടിട്ടില്ല, എനിക്ക് റൈസിന് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. സവാളയിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം അത് വഴന്ന് കിട്ടും. ഞാൻ ഉപയോഗിച്ചേക്കണം 1 കിലോ വലിയ മോശം ഉപയോഗിച്ചേക്കണത്. അതിനുവേണ്ടി 1 കിലോ റൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 1 കിലോ മോശം പറയുമ്പോൾ 1 കിലോ റൈസ് പറയുമ്പോൾ ഞങ്ങൾ 8-10 വരി കഴിക്കാൻ പറ്റും. സവാള ഇളക്കാൻ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. സവാള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. നമുക്ക് ചെമ്മീൻ റെഡിയാക്കി എടുക്കാം. ചെമ്മീൻ്റെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ചെമ്മീൻ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിനാണ് ഞാൻ ഈർക്കിലിയുടെ കാര്യം പറഞ്ഞത്. ചെമ്മീൻ വളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലൂടെ ഈർക്കലി കയറ്റുന്നതാണ്. അപ്പോൾ ചെമ്മീൻ നേരെ നിൽക്കും. കുഴപ്പമുണ്ടാവില്ല. ചെമ്മീൻ വളയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈർക്കലി ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ചെമ്മീൻ്റെ നടുക്കൊരു നാരുണ്ട്. ഇതിന് നടുക്കൊരു നാരുണ്ടാവും. ഈ നാര് നമ്മളെടുത്ത് കളയണം. വയറിന് കേടാണ്. ചെമ്മീൻ ഫ്രൈ ആക്കാൻ പോകുന്നു. അതിന് സ്റ്റവ് എത്തിക്കട്ടെ. പാൻ വെക്കാം. 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീൻ ഒരു വശം വെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ അടുത്ത സൈഡ് മറിച്ചിടാം. ചെമ്മീൻ അതിന് വേവില്ല, പെട്ടെന്ന് വേവും. അപ്പം ചെമ്മീൻ അതിന് ഫ്രൈ ആയിട്ടില്ല. നമുക്ക് ഈ ട്രിപ്പ് കോരാം.
ഇതിലിങ്ങനെ മാറ്റിയിടുക. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പൊടികൾ മിക്സ് ചെയ്യാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 മുളക് പൊടി 3 ടീസ്പൂൺ, കാശ്മീരി പൊടി ഉപയോഗിച്ചേക്കണത്, പെപ്പർ പൗഡർ 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ, ഗരം മസാല 2 ടീസ്പൂൺ, പിന്നെ കട്ടത്തൈര് 2 ടീസ്പൂൺ കട്ടത്തൈര്, ഒരു പകുതി നാരങ്ങ നീര്, ചെമ്മീൻ്റെ തല നല്ല കഴുകി വൃത്തിയാക്കി സ്ട്രോക്ക് എടുത്തേക്കാണ്. നമുക്ക് റൈസിൽ മിക്സ് ചെയ്യാനുള്ള ഇതാണിത്. ഇത് നമുക്ക് കുറച്ച് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല രുചി കിട്ടും. ഫ്രൈ ആക്കി വെച്ചിരുന്ന ചെമ്മീൻ നമുക്ക് ഈ ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്യാം. ആഹാ, നല്ല മസാല, നല്ല സൂപ്പർ മസാല ആയിട്ടുണ്ട്. നമുക്ക് അവസാനത്തെ മിനിക്കോണി എന്ന് പറയുമ്പോൾ ഈ വറുത്തൊരു സവാളയും കൂടെ അതിനകത്ത് ചേർക്കാം. ഒരു പിടി വറുത്തൊരു സവാള, ബാക്കി നമുക്ക് ബിരിയാണിക്ക് ടൈം ഇല്ലെങ്കിലാണ് ഇവരുടെ സവാള ചേർക്കാം. അങ്ങനെ മസാലയുടെ പണി കഴിക്കും. നമുക്ക് ബിരിയാണിക്ക് ഡിസൈൻ ചെയ്യാനുള്ള കശുവണ്ടി, മുന്തിരി വറുത്തത്. അതിലോട്ട് 3 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമുക്ക് ഈ ഡിസൈൻ ചെയ്യാനുള്ള കശുവണ്ടി അതിൽ വറുത്തെടുക്കാം. മുന്തിരി, ബിരിയാണിയുടെ റൈസ് റെഡിയാക്കാൻ പോകണം. അതിനുള്ള കാര്യങ്ങളിൽ പാൻ അടുപ്പത്ത് വെക്കുക. ആദ്യം നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ബേ ലീഫ് ഇടാം, കറുകപ്പട്ട, ജാതിക്ക, തക്കോലം, ഗ്രാമ്പു, ഏലക്ക. ബേ ലീഫ്, ജാതിപ്പത്തിരി, തക്കോലം, കരയാമ്പൂ, പട്ട, ഏലക്ക, അങ്ങനെ 7 ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞത്, റൈസ് മിക്സ് ചെയ്തൊക്കെ വേവായിട്ടുണ്ട്. ബേ ലീഫും എല്ലാം സവാള എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി റൈസ് മിക്സ് ചെയ്യാം. ഇത് കൈമ റൈസാണ്. ബിരിയാണി ഉണ്ടാക്കാൻ നല്ലത് കൈമ റൈസാണ്. അതിന് മണവും രുചിയും എല്ലാം നല്ലതാണ്. റൈസ് ഒന്ന് വിട്ട് വരണം. നനഞ്ഞ റൈസ് അല്ലേ, അത് വിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത്തിരി 2 സ്പൂണ്, ചെറിയ സ്പൂണ് സാജീര ചേർക്കാം. ഒരു കിലോ റൈസ് എടുത്തേക്കണത്. 1 കിലോ റൈസ് എന്ന് പറയുമ്പോൾ 6 ഗ്ലാസ് വരും. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് ഒഴിക്കണം. തിളച്ച വെള്ളം ഒഴിക്കണം. ഞാൻ ചെമ്മീൻ്റെ സ്ട്രോക്ക് എടുത്തിട്ടുണ്ട്. അത് ഒരു 1.5 ഗ്ലാസ് ഉണ്ട്. ചെമ്മീൻ്റെ സ്ട്രോക്കാണ്. ബാക്കി 9 ഗ്ലാസ് വെള്ളം വേണം. 1.5 ഗ്ലാസ് ബാക്കി ഇത് അയച്ചെടുക്കാം.
ചെമ്മീനും തലയോടെ കഴിക്കുക. ഒരു ഗ്ലാസ് റൈസിന് 1.5 ഗ്ലാസ് വെള്ളം, തിളച്ച വെള്ളം. ടോട്ടലി 1 കിലോ അരി എന്ന് പറയുമ്പോൾ 6 ഗ്ലാസ് ഉണ്ടാവും. 9 ഗ്ലാസ് വെള്ളം ടോട്ടലുണ്ട്. 1.5 ഗ്ലാസ് ചെമ്മീൻ്റെ സ്റ്റോക്കും കൂടെ മിക്സ് ചെയ്താണ് ഇതിനകത്ത് ഒഴിക്കാം. ഇതിലൊരു ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. അതിന് ചെറുനാരങ്ങ നീര് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിന് ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്, പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം. ഇനി അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. റൈസ് എന്താണ് തോന്നുന്നത് നമ്മളൊന്ന് നോക്കി നോക്കാം. അരി വെന്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. അതിൽ ദമ്പാത്തിലൂടെ സ്വല്പം നെയ്യ് ഒഴിക്കാം. മസാല കുറച്ചിടാം. ഞാൻ ദമ്മിടാൻ പോണാണ്. ദമ്മിടാനായിട്ട് വലിയ ദോശട്ടി വെക്കുക. അതിന്റെ മുകളിൽ പാൻ വെക്കുക. നമ്മൾ പുറത്തൊക്കെ വെച്ച് ദമ്മുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും മൈദ വെച്ച് അതിന്റെ മുകളിൽ കല്ലൊക്കെ ഇട്ട് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ദമ്മിടുന്നത്. ഇത് ദമ്മിട്ടാലും നല്ലത് തന്നെയാണ്. നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില തൂക്കാം. സ്വല്പം പുതിനയില. ഞാൻ റൈസ് ഇടാം. സവാള വറുത്തത്, ഇത് ടൈറ്റ് ആയാൻ വേണ്ടി നമ്മൾ ടൈറ്റ് ആണ്. അതിന് തോർത്ത് വെച്ച് മൂടാം. തോർത്ത് വെച്ച് മൂടിയിട്ട് ഇതിനെ മൂടിയിടുമ്പോൾ ടൈറ്റ് ആയിരിക്കും. ഉദ്ദേശം അതിന്റെ വേർപ്പ് ഇതിനകത്തൊരു വീഴില്ല. ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇത് ചൂടായി ഇവിടെ ചൂടൊക്കെ വരുമ്പോൾ ഫ്ലെയിം ചെറുതാക്കണം. ചെറുതായി കഴിഞ്ഞാൽ ചെറിയ തീയിൽ 10 മിനിറ്റ് ഇരിക്കുക. അത് കഴിഞ്ഞ് അത് ഓഫ് ചെയ്യുക. വീണ്ടും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബിരിയാണി സർവ് ചെയ്യാം. ഇനി നമ്മുടെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് സർവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിസ്മസിൻ്റെ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. നമുക്കിട്ട് നമുക്കൊന്ന് പൊക്കി നോക്കിയിട്ട് പറയാം നേരിട്ട്. സൂപ്പർ. ഒരു തുള്ളി ബിരിയാണി സെൻസ് ഞാൻ വിളിക്കുന്നുണ്ട്. ഒരു തുള്ളി മതിയെ. ഇനി നമുക്കിത് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ആഹാ, നല്ല മണം. എന്താ മണം, നല്ല മണം. മുകളിൽ സവാള വറുത്തത്, കിസ്മസ്, കാഷ്യൂ, നമ്മുടെ താറാവ് കറിയൊക്കെ റെഡിയായി കഴിഞ്ഞ് 3-4 തരം താറാവ്, ബീഫ് വലത്തിയത് ഇതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ ചെമ്മീൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ക്രിസ്മസ് നമുക്ക് സൂപ്പറായിട്ട് ആഘോഷിക്കാം. കോവിഡ് ക്രിസ്മസ് ആണ് എന്നാലും നമ്മുടെ ആഘോഷങ്ങൾ മുടക്കണ്ട, എല്ലാവരും ആഘോഷിക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ബിരിയാണി സൂപ്പർ. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ, കൂടെ പുതുവത്സര ആശംസകൾ. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നല്ല കമൻസ് ഒക്കെ ഇടണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും ക്രിസ്മസ് ഭംഗിയായിട്ട് ആഘോഷിക്കുക. അടുത്ത വീണ്ടും